നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 740 740. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 740. ഇവിടെ ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ളതിൽ 10ാമത്തെ സർഗം അഭക്ത ലക്ഷണം, ഭക്തിയില്ലാത്തവരുടെ ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. 47ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. ശങ്കിക്കായിക ഈശ്വര പ്രീതിപ്രദധർമ്മങ്ങളാവതും ചെയ്യുവാൻ ആണ് അതേനെന്നാലേ സാഫല്യം നരപുങ്കവാം. സാഫല്യം വേണമെങ്കിൽ എന്ത് വേണം? ഈശ്വര പ്രീതിപ്രദമായ ധർമ്മങ്ങൾ ചെയ്യണം. ഈശ്വരാധീനം വേണമെങ്കിൽ എന്നർത്ഥം. ഇന്ന് 48ാമത്തെ ശ്ലോകം നമുക്ക് തുടങ്ങുക. ഭക്തിജ്ഞാന വിരാഗാദിക്ക് അത് ഏകേണ്ടും ധനാദികൾ വെറും വിഷയഭോഗത്തിൽ മാത്രം ചെലവഴിപ്പവൻ അവിവേകിയാണെന്നാ. അവിവേകി എന്ത് ചെയ്യും? ഹാർഡ് ആൻഡ് മണി ലൗകികത്തിന് വേണ്ടി ചെലവഴിക്കും. ലൗകികത്തിന് വേണ്ടിയിട്ടല്ല ചെലവഴിക്കേണ്ടത്. ഭക്തി ജ്ഞാന വിരാഗാദിക്കുതകേണ്ടും ധനാദികൾ. ഭക്തിക്ക്, ജ്ഞാനത്തിന്, വിരാഗത്തിന്. മറ്റുള്ളവർക്ക് ഭക്തി ജ്ഞാന വൈരാഗ്യം സ്വയം ഉണ്ടാവും വേണം, മറ്റുള്ളവർക്ക് ഉണ്ടാക്കുകയും വേണം. അതിനു വേണ്ടി ധനം, സമ്പത്ത് ചെലവഴിക്കണം. അതാണ് ഈശ്വരന് ഇഷ്ടം. അല്ലാണ്ട് 5 ദിവസം ജോലി ചെയ്തു, വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽക്ക് തിങ്കളാഴ്ച കാലത്ത് വരെ ബോധമില്ലാണ്ട് ചൂത് കളിച്ച് മദ്യപാനം ചെയ്ത് ജീവിക്കലല്ല. അപ്പോൾ പറയണു, ഭക്തിജ്ഞാന വിരാഗാദിക്കുതകേണ്ടും ധനാദികൾ വെറും വിഷയഭോഗത്തിൽ മാത്രം ചിലവഴിപ്പവൻ കാൺമീല പിന്നിൽ മരണം കാത്തിരിപ്പുള്ള വാസ്തവം. അവരവരുടെ പിന്നിൽ അവരവരുടെ മരണം സ്വാഭാവികമായിട്ട് വരുന്നുള്ളത് മനസ്സിലാക്കണില്ല. മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാൽ പുനരഭിജനനം ഉറപ്പായി. കാത്തിരിപ്പുള്ള വാസ്തവം. അതുമല്ല വിവാഹാദി വിധി തോന്നിയ മാതിരി, വിവാഹാദി വിധി തോന്നിയ മാതിരി ചെയ്യരുത് എന്ന്. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എനിക്കറിയില്ല. അതുമല്ല വിവാഹാദി വിധി തോന്നിയ മാതിരി ചെയ്യുവാൻ അനുവദിപ്പില്ല. സുരാപാനം നിഷിദ്ധമാം. സുരാപാനം ആജ്ഞാപിപ്പത അവഘ്രാണം മാത്രമോർക്കേണമേവനും. ചില പൂജകൾക്ക് മദ്യം വേണം, പക്ഷെ ആ മദ്യം മണക്കാനേ പാടുള്ളൂ, കഴിക്കാൻ പാടില്ല എന്നാണ്. അതായത് അധമത്തിലൊക്കെ പൂജയുണ്ട്. അതായത് മദ്യം മണക്കുക പൂജയ്ക്ക്, അല്ലാണ്ട് കഴിക്കാൻ പാടില്ല എന്നാണ്. സുരാപാനം നിഷിദ്ധമാം ആജ്ഞാപിപ്പത് അവഘ്രാണം മാത്രമോർക്കേണം ഏവനും. അപ്പോൾ ഈ ആട്ട് കഴിക്കുക, 6 കോഴി 7 കോഴി, ഒരു എന്താണെന്ന് പറയുക, ധാരാളം ചാരായം, അങ്ങനെയല്ല, അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയണു, വേദാജ്ഞ പാലിപ്പതിനു മാത്രം കൊൽവത ഹിംസയാം. വേദാജ്ഞ, വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പാലിപ്പതിനു മാത്രം കൊൽവത ഹിംസയാം. അല്ലാതെ ഭക്ഷിപ്പതിനാണെങ്കിൽ ആയതറും കൊല. ആഹാരം ഭക്ഷിക്കാൻ വേണ്ടി മൃഗങ്ങളെ വധിക്കുക എന്ന് പറഞ്ഞാൽ
അത് അറും കൊലയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറയണു, ഭോഗമല്ല വിവാഹത്തിൻ ഫലം സന്തതിയാം. എന്നിട്ട് പറയണു, ഭോഗമല്ല വിവാഹത്തിൻ ഫലം സന്തതിയാം നൃപ, മൂഢബുദ്ധികൾ വേദാർത്ഥം തോന്നും പോലുരചൈകയാം. മൂഢന്മാർ, ബുദ്ധിയില്ലാത്തവരെ എന്താണ്, മൂഢബുദ്ധികൾ വേദാർത്ഥം തോന്നും പോലുരചൈകയാം. അവരവർക്ക് വേണ്ടി അർത്ഥങ്ങൾ എന്താണെന്നാ പറയുക, മാറ്റി പറയരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഒന്നുകൂടി ഞാൻ പറയാം. കാൺമീല പിന്നിൽ മരണം കാത്തിരിപ്പുള്ള വാസ്തവം അതുമല്ല, വിവാഹാദി വിധി തോന്നിയ മാതിരി ചെയ്യുവാനനുവദിപ്പീല. സുരാപാനം നിഷിദ്ധമാം ആജ്ഞാപിപ്പതവ ഘ്രാണം മാത്രം ഓർക്കേണമേവനും. വേദാജ്ഞ പാലിപ്പതിനു മാത്രം കൊൽവതഹിംസയാം, അല്ലാതെ ഭക്ഷിപ്പതിനാണെങ്കിൽ ആയത് അറും കൊല. ഭോഗമല്ല വിവാഹത്തിൻ ഫലം സന്തതിയാം നൃപ, മൂഢബുദ്ധികൾ വേദാർത്ഥം തോന്നും പോലുരചൈകയാം. വളരെ സ്പഷ്ടമായിട്ട് പറയണ്ടായി. ഇതൊന്നും അറിയാതോരോ വെറും പണ്ഡിതമാനികൾ പുറം തടവിയും കൊണ്ടു വിശ്വസിപ്പിച്ചു നിർദ്ദയം. ദയയില്ലാതെ കണ്ടെന്നാണ് പറഞ്ഞത്. മിണ്ടാ പ്രാണികളെ കൊന്നു വിണ്ണാടോർത്തുല്ലസിക്കവേ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് അശ്വമേധയാഗങ്ങളൊക്കെ ചെയ്ത് മിണ്ടാപ്രാണികളെ കൊല്ലാൻ പാടില്ല. കണ്ടാൽ കുത്തിപ്പിളർന്നിടാൻ പകവെച്ചു പശുക്കളും നോക്കും ആ വൈരികളെ കൊല്ലുവാൻ കാത്തിരിക്കയാം. അപ്പോൾ യജ്ഞത്തിൻ്റെ പേരിൽ, യാഗത്തിൻ്റെ പേരിൽ എത്ര പശുഹിംസകൾ ചെയ്തിട്ടുണ്ട്. ആ പശുക്കളൊക്കെ ഇരുമ്പ് കൊക്ക എന്താണെന്നാ പറയുക, കുളമ്പായിട്ട് കാത്തിരിക്കണം അവിടെ. എന്തിന്? ഈ രാക്ഷസന്മാർ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവരെ കുത്തി മലർത്താൻ വേണ്ടിയിട്ട്. നോക്കുമാം വൈരികളെ കൊല്ലുവാൻ കാത്തിരിക്കയാം, അന്യദേഹത്തിൽ മിന്നീടും ആത്മാവാം വിശ്വനാഥനെ. എല്ലാ ജീവജാലങ്ങളിലും മിന്നുന്നത് അല്ലെങ്കിൽ വിളങ്ങുന്നത് സാക്ഷാൽ ഈശ്വരനാണ്. അപ്പോൾ അവരെ നമ്മൾക്ക് ഉപദ്രവിക്കാനുള്ള ലൈസൻസ് ഭഗവാൻ തന്നിട്ടില്ല. ദേഹാദിശക്തിയാൽ ദ്രോഹിപ്പവന്നു നരകം ഗതി. നമ്മുടെ ശരീരം നിലനിർത്താൻ വേണ്ടി മറ്റ് മൃഗങ്ങളെ കൊന്നു തിന്നുന്നത് ദ്രോഹിപ്പവന്നു നരകം ഗതി. അജ്ഞൻ ചൊല്ലിൽ അറിഞ്ഞിടും വിജ്ഞനോ സ്വയമോർത്തിടും. അജ്ഞൻ, വിവരമില്ലാത്തവൻ മറ്റുള്ളവൻ പറഞ്ഞത് കേൾക്കണം. വിജ്ഞനോ സ്വയം ഓർത്തിടും. ജ്ഞാനമുള്ളവൻ അത് സ്വയം ഓർത്ത് നരകത്തിൽ പോകുന്ന കാര്യങ്ങൾ ചെയ്യാതെയിരിക്കണം. രണ്ടുമല്ലാതിടയ്ക്കുള്ളോൻ എങ്ങെങ്ങും അജികിത്സ്യനാം. എന്ന് പറഞ്ഞെന്താ? ചികിത്സയില്ലാത്തവനാണ്. ബാഹ്യകാര്യങ്ങളിൽ തന്നെ എന്നും മുഴുകിയങ്ങിനെ. നല്ലതിനിടയില്ലാതെ, നല്ലത് ചെയ്യാൻ നിവൃത്തിയില്ലാതെ കണ്ട് വാഴുവോൻ ആത്മഘാതിയാം. ആത്മാവിനെ നശിപ്പിക്കുന്നവനാണ്. നല്ലതിനിടയില്ലാതെ വാഴുവോൻ ആത്മഘാതിയാം. ആത്മാവിനെ മറന്നോരോ യാഗഭ്രാന്തിൽ മയങ്ങുവോൻ. യാഗങ്ങളുടെയും യജ്ഞത്തിൻ്റെയും പേരിൽ കാശ് സമ്പാദിക്കാം എന്ന് വിചാരിക്കുന്നത് തെറ്റ്. നല്ലതിനിടയില്ലാതെ വാഴുവോൻ ആത്മഘാതയാം. ആത്മാവിനെ മറന്നോരോ യാഗഭ്രാന്തിയിൽ മയങ്ങുവോൻ. വേണ്ടുന്നതൊന്നും ചെയ്യാതെ, വേണ്ടത് ചെയ്യില്ല, വേണ്ടാത്തതൊക്കെ ചെയ്യും. വേണ്ടെന്നതൊന്നും ചെയ്യാതെ കാലം കൊണ്ടു നശിക്കയാം. അത്യധ്വാനം ചെയ്തു സമ്പാദിച്ചവയൊക്കെയും, അത്യധ്വാനം ചെയ്ത് സമ്പാദിച്ചവയൊക്കെയും ഗൃഹപുത്രകളത്രാതി എന്നല്ല നിജദേഹവും. മക്കളെ, വീട്, പറമ്പ് എന്ന് പറഞ്ഞ് കാറ്, കോപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് നശിപ്പിക്കുകയാണ്. ഇവിടം വിട്ടു പോകേണ്ടി വരും എന്നോർപ്പതില്ലവൻ. ഇവിടം വിട്ടു പോകണം എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഇവിടം വിട്ടു പോകേണ്ടി വരുമെന്നോർപ്പതില്ലവൻ. ഭഗവത്പദ പങ്കജം ഭജിപ്പതിൽ വൈമുഖ്യം എന്നവന്നിതാം.
ഭഗവാന്റെ തിരുപാദ പത്മങ്ങളെ ഭജിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരോപാസന വേണ്ട മാതിരി ചെയ്യില്ല എന്ന്. ശരിയെന്നതറിഞ്ഞു സജ്ജനം വരദോപാസന ചെയ്വോ നിത്യവും ഭഗവത്പദ പങ്കജം ഭജിപ്പതിൽ വൈമുഖ്യമിയെന്ന വന്നിതാം ഗതിയെന്നതറിഞ്ഞ സജ്ജനം വരദോപാസന ചെയ്വോ നിത്യം. വരം ദാനം ചെയ്യാൻ കഴിവുള്ള ഭഗവാനെ ഉപാസിക്കലാണ് മർത്യൻ്റെ ഗതിക്കുള്ള കാര്യം എന്ന് പറയണം. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ദശമസർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അത് കഴിഞ്ഞ് 11-ാം സർഗം പറയണു. പ്രതിമകൾ പൂജിക്കുന്ന വിധം എന്താ? പ്രതിമയുടെ പൂജാക്രമം. ഏതേതു കാലത്തേതേതു വിധം പൂജിപ്പൂനാഥനെ. 1-ാമത്തെ ശ്ലോകം. ഏതേതു കാലത്തേതേതു വിധം പൂജിപ്പൂനാഥനെ ഈ വണ്ണം നിമിചോദിക്കേ ചൊല്ലിനാൻ കരഭാജനൻ. അപ്പോൾ ഇതിൻ്റെ മുമ്പേ നമ്മൾ പറയുണ്ടായി എത്രാമത്തെ ആണെന്നുള്ളതൊക്കെ. അത് ഞാൻ ഒന്നുകൂടി പറയാം. ഇതുവരെ പറഞ്ഞത് ആരെ പറ്റിയിട്ടാണ് എന്ന് പറയാം. 9-ൽ 8. അപ്പോൾ ഇത് 9-ൽ 9-ാമത്തെ കരഭാജനൻ എന്തു പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇത് തെറ്റിയിട്ടില്ല നമ്പറിങ്. ഈ വണ്ണം നിമിചോദിക്കേ ചൊല്ലിനാൻ ഖരഭാജനൻ നിറവും രൂപവും പേരും മാറും ഓരോ യുഗത്തിലും മാമട്ടിലാണുപാസിപ്പൂ ജനങ്ങൾ അഖിലേശനെ. അതായത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതിൽ 4-ലും നിറം, രൂപം, പേരും മാറുന്നാണ് പറഞ്ഞത്. കൃതത്തിൽ പൂണുനൂൽ കൃഷ്ണാജിനവും 4 കയ്യുമായി വെൺകാന്തി അറിഞ്ഞ് തോലുടുക്കും ബ്രഹ്മചാരിയായി. കൃതയുഗത്തിൽ പൂണുനൂൽ കൃഷ്ണാജിനം, അതായത് മാൻതോല്, 4 കയ്യുമായി വെൺകാന്തി വെൺകാന്തി പൂണ്ടറിഞ്ഞ് തോലുടുക്കും ബ്രഹ്മചാരിയായി. ശാന്തിയും സ്നേഹവും പൂണ്ട് മർത്യർ അക്കാലം ഈശനെ. ശാന്തി സ്നേഹവും പൂണ്ട് മനുഷ്യർ ആ കാലം ഈശനെ ധ്യാനിച്ചിടും തപസ്സാർന്ന് ശമാധി ഗുണനിഷ്ഠരായി. ശമം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്ത അവസ്ഥ. ധ്യാനിച്ചിടും തപസ്സാർന്ന് ശമാധി ഗുണനിഷ്ഠരായി. ഹംസൻ, സുവർണൻ, വൈകുണ്ഠൻ, അവ്യക്തൻ, പരമേശ്വരൻ, പുരുഷൻ, പരമാത്മാവെന്നെല്ലാം വാഴ്ത്തുന്നു നാഥനെ. കൃതയുഗത്തിലെ ഹംസൻ, സുവർണൻ, വൈകുണ്ഠൻ, അവ്യക്തൻ, പരമേശ്വരൻ, പുരുഷൻ, പരമാത്മാവ് എന്നെല്ലാം വാഴ്ത്തുന്നു നാഥനെ. ത്രേതായുഗത്തിൽ ചോന്നിട്ടാം. ത്രേതായുഗത്തിൽ ചുവപ്പ് നിറാണ്. കൈ 4-ൽ ശ്രുവാദിയാം. അതായത് ശ്രുവാദി, അതായത് ഹോമം ചെയ്യാനുള്ളത്. പുരുഷൻ, പരമാത്മാവെന്നെല്ലാം വാഴ്ത്തുന്നു നാഥനെ. ത്രേതായുഗത്തിൽ ചോന്നിട്ടാം കായി 4-ൽ ശ്രുവാദിയാം. ഹിരണ്യകേശനായി അന്നാൾ വിളങ്ങും യജ്ഞപുരുഷൻ വേദോക്തമായ കർമ്മത്തിൽ യജിക്കപ്പെടും ഈശ്വരൻ. ധർമ്മപ്രധാനരായി തന്നെ വിലസും ബ്രഹ്മവാദികൾ. വളരെ വിശേഷണങ്ങളുണ്ട് ഇല്ലേ? വേദോക്തമായ കർമ്മത്തിൽ യജിക്കപ്പെടും ഈശ്വരൻ, അധർമ്മം ചെയ്യില്ല. ധർമ്മപ്രധാനരായി തന്നെ വിലസും ബ്രഹ്മവാദികൾ. വിഷ്ണു, യജ്ഞൻ, പൃശ്നിഗർഭൻ, ഉരുഗായൻ, വൃഷാകവി ഈ വണ്ണം പലതും പേരുണ്ട് അക്കാലം വിശ്രുതങ്ങളായി. വിശേഷപ്പെട്ട പേരുകൾ ഇത്യാദികളാണെന്ന് പറയണ്ടായി. ഭഗവാൻ ദ്വാപരത്തിങ്കൽ മുകിൽ വർണ്ണൻ മനോഹരൻ മഞ്ഞപ്പൂഞ്ചേല പൊന്മാല കസ്തുഭാതിയുമാർന്നവൻ. ത്രേതായുഗത്തിൽ വരുമ്പോൾ ദ്വാപരയുഗത്തിൽ വരുമ്പോൾ ശ്രീകൃഷ്ണൻ മനോഹരൻ മഞ്ഞപ്പൂഞ്ചേല, മഞ്ഞപ്പട്ടുടുത്ത്, പൊന്മാല,
കൗസ്തുഭാദിയുമാർന്നവൻ വെൺകൊറ്റക്കുടയും മറ്റുമാർന്ന മട്ടിൽ മഹേശനെ വേദവും തന്ത്രവും കൊണ്ടു പൂജിക്കും പുണ്യശാലികൾ. വേദം കൊണ്ടും തന്ത്രം കൊണ്ടും. പക്ഷേ ഈ തന്ത്രം എല്ലാ സ്ഥലത്തും ഞാൻ കേട്ടിട്ടില്ല. കേരളത്തിലും കാശ്മീർ പണ്ഡിതൻ ബ്രാഹ്മണർക്ക് തന്ത്രം ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. ശരിക്കും തന്ത്രത്തിൻ്റെ ഉറവിടം കാശ്മീരാണെന്ന് നിർമ്മലാനന്ദഗിരി പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ വേദവും തന്ത്രവും കൊണ്ടു പൂജിക്കും പുണ്യശാലികൾ. 11ഉം 12ഉം ഏവർക്കും ഉച്ചരിക്കാൻ പറ്റിയ സ്തുതികളാണ്. നമസ്തേ വാസുദേവായ നമഃ സംഘർഷണായ ച പ്രത്യുപ്നായ അനിരുദ്ധായ തുഭ്യം ഭഗവതേ നമഃ. നമസ്തേ വാസുദേവായ സംഘർഷണായ ച പ്രത്യുപ്നായ അനിരുദ്ധായ തുഭ്യം ഭഗവതേ നമഃ. അതായത് വസിക്കുന്ന ദേവനായിട്ടും സംഘർഷണനായിട്ടും അഹങ്കാരം, പിന്നെ പ്രത്യുപ്നൻ അനിരുദ്ധൻ, അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, തേജസ് അല്ലേ, ചേതന. അപ്പോൾ പിന്നെയോ 14 നാരായണായ ഋഷയേ പുരുഷായ മഹാത്മനെ വിശ്വേശ്വരായ വിശ്വായ സർവഭൂതാത്മനെ നമഃ. എല്ലാ ജീവജാലങ്ങളിലും ഭൂതൻ, അതായത് ചൈതന്യവത്തായിട്ടിരിക്കണവൻ. നാരായണായ ഋഷയേ പുരുഷായ മഹാത്മനെ വിശ്വേശ്വരായ വിശ്വായ സർവഭൂതാത്മനെ നമാം. 13ാമത്തെ ശ്ലോകം. ഈ വണ്ണം ദ്വാപരത്തിങ്കൽ സ്തുതിക്കും ജഗദീശനെ കേൾക്കൂ കലിയുഗത്തിൽ തന്ത്രമാർഗ പ്രധാനരായി. ഈ വണ്ണം ദ്വാപരത്തിങ്കൽ സ്തുതിക്കും ജഗദീശനെ കേൾക്കൂ കലിയുഗത്തിങ്കൽ തന്ത്രമാർഗ പ്രധാനരായി. ഈ വരി ആരുടെയാവും? താമരശ്ശേരി കൃഷ്ണൻഭട്ടതിരിപ്പാടിൻ്റെ. ഇന്ദ്രനീല നിറം പൂണ്ട് വിലസേടുന്ന കൃഷ്ണനെ, ഇന്ദ്രനീല നിറം പൂണ്ടു വിലസേടുന്ന കൃഷ്ണനെ സങ്കീർത്തനാദിയജ്ഞത്താൽ പൂജിക്കും ബുദ്ധിശാലികൾ. അത് വേദവ്യാസരുടെ. ഇന്ദ്രനീല നിറം പൂണ്ടു വിലസേടുന്ന കൃഷ്ണനെ സങ്കീർത്തനാദിയജ്ഞത്താൽ പൂജിക്കും ബുദ്ധിശാലികൾ. അക്കാലത്തുളവാം മിക്കമർത്യരും ബാലകൃഷ്ണനെ ഉപാസിപ്പവരാം. ഉണ്ണികൃഷ്ണൻ ബാലകൃഷ്ണൻ അല്ലേ? ബാലകൃഷ്ണനെ ഉപാസിപ്പവരാം. അല്ലെന്നാകിലോ രാമചന്ദ്രനെ, ശ്രീരാമനെ, അതായത് രാമായണം പ്രസിദ്ധമായിരിക്കും. ആ മട്ടിൽ അവതാരങ്ങൾ വേറെ എങ്ങുണ്ടെന്നിതിൽ അതുകൊണ്ടല്ലയോ ഞങ്ങൾ പോലും ആകൃഷ്ടരായതും. ആ മട്ടിൽ അവതാരങ്ങൾ വേറെ എങ്ങുണ്ടുമന്നിതിൽ. ഈ ഭൂമിയിൽ ഇതേപോലെ മനോഹരമായിട്ടുള്ള അവതാരങ്ങൾ വേറെ എവിടെയുണ്ട്? അതുകൊണ്ടല്ലയോ ഞങ്ങൾ പോലും ആകൃഷ്ടരായതും. വൃന്ദാവന പ്രദേശത്തിൽ എങ്ങും മിക്കിളിയേറ്റിയും കാലിക്കിടാങ്ങൾ തൻ പിന്നിൽ പൊന്നിൻ തളകിലുക്കിയും. ശ്രീകൃഷ്ണനെ പറ്റി വർണ്ണിക്കുകയാണ്. വൃന്ദാവന പ്രദേശത്തിൽ എങ്ങും ഇക്കിളിയേറ്റിയും അല്ലേ, കാലിക്കിടാങ്ങൾ തൻ പിന്നിൽ പൊന്നിൻ തളകിലൊക്കെയും ഗോപീജനമണിഞ്ഞിടും കുങ്കുമപ്പൊടി പൊറ്റിയും പറ്റിയും ബ്രഹ്മരുദ്രാതിർ തൻ നെറ്റിക്കലങ്കാരമിയറ്റിയും. എന്താ കവിഭാവന! ഗോപീജനം മണിഞ്ഞിടും കുങ്കുമപ്പൊടി പറ്റിയും ബ്രഹ്മരുദ്രാതിർ തൻ നെറ്റിക്ക് അലങ്കാരമിയറ്റിയും മന്ദാകിനിക്ക് ഉൽപ്പത്തി സ്ഥാനമായൊളി ചിന്തിയും. മന്ദാകിനിക്ക്, അതായത് ഗംഗയ്ക്ക് ഉൽപ്പത്തി സ്ഥാനമായി ഒളിചിന്തിയും ധ്യാനിപ്പവർക്ക് ഹൃദയം വിരിയിച്ചു വിളങ്ങിയും. ആരെ? ശ്രീകൃഷ്ണൻ. ധ്യാനിപ്പവർക്ക് ഹൃദയം വിരിയിച്ചു വിളങ്ങിയും. പലേ മട്ടുളവാം പാരിൻ പരിതാപങ്ങൾ പോക്കിയും. പല മട്ടുളവാം പാരിൻ പരിതാപങ്ങൾ പോക്കിയും ആശ്രയിപ്പോരിൽ എന്നെന്നും അഖിലാഭിഷ്ടമേകിയും. അയ്യോയ്യോ, എന്താ
ഇതാരാ മനസ്സിലാക്കിയിട്ടുള്ളത്? ആശ്രയിപ്പോരിൽ എന്നെന്നും അഖിലാഭീഷ്ടമേകിയും. ഇതെങ്കിലും മനസ്സിലാക്കുക. ആരാണ് ഈശ്വരനെ അനന്യശരണാഗതനായിട്ട് ആശ്രയിക്കണത്, അവരുടെ എല്ലാ കാര്യവും ആര് നോക്കും? ഭഗവാൻ നോക്കും. ഭവസിന്ധുവിലാണ്ടിടുന്നവരെ കരകയറ്റിയും. ഭവസിന്ധു, ഭവസാഗരത്തിൽ ഉഴലുന്നവരെ കരകയറ്റാൻ ഭഗവാൻ മിടുക്കനാണ്. ഭവസിന്ധുവിലാണ്ടിടുന്നവരെ കരകയറ്റിയും മിന്നും നിൻ തൃപ്പദാംഭോജം മണങ്ങിയിടുന്നു ഞാൻ പ്രഭു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങയുടെ തിരുവാതപത്മങ്ങളെ സദാസമയത്തും ആശ്രയിക്കണം. മിന്നും നിൻ തൃപ്പദാംഭോജം മണങ്ങിയിടുന്നു ഞാൻ പ്രഭു. അച്ഛൻ്റെ സത്യം പാലിപ്പാൻ അങ്ങേറെ നടന്നതും. അച്ഛൻ്റെ സത്യം, അത് രാമചന്ദ്രസ്വാമിനെ. അച്ഛൻ്റെ സത്യം പാലിപ്പാൻ അങ്ങിങ്ങേറെ നടന്നതും സീതാദേവി തെളിഞ്ഞോമൽ തൃക്കയ്യാൽ തടവുന്നതും. ഇല്ലേ? കാനനവാസത്തിൽ കല്ലും മുള്ളും കൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാതാരവിന്ദങ്ങൾ തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ച് തടവിക്കൊടുക്കുന്ന ലക്ഷ്മി ദേവി, സീതാദേവി തെളിഞ്ഞോമൽ തൃക്കയ്യാൽ തടവുന്നതും മായാമൃഗത്തിൻ പിന്നാലെ ഓടി മുള്ളു തറച്ചതും ആദികാവ്യത്തിൽ മാധുര്യം അന്യാദൃശമണച്ചതും. ആദികാവ്യം രാമായണമാണ് ആദികാവ്യം. അപ്പോൾ മായാമൃഗത്തിൻ പിന്നാലെ ഓടി മുള്ളു തറച്ചതും ആദികാവ്യത്തിൻ മാധുര്യം അന്യാദൃശമണച്ചതും. ആ മെട്ടെല്ലാം വിളങ്ങിയിടും നൃന്തൃച്ചരണപല്ലപം. രാമചന്ദ്ര തെളിഞ്ഞെന്നും ഉള്ളിൽ മിന്നേണം എൻ പ്രഭു. ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ശ്രീകൃഷ്ണൻ്റെയും പരമപവിത്രമായ തിരുവാതപത്മങ്ങൾ എന്നും എൻ്റെ ഹൃദയഗഹുരത്തിൽ മിന്നിത്തിളങ്ങണേ പരമകാരുണിക എന്നാണ് പ്രാർത്ഥന. ഈ വണ്ണം അഖില ശ്രേയസ്സരുളും വിശ്വനാഥനെ. ഈ മട്ട് ഈ വണ്ണം അഖില ശ്രേയസ്സരുളും വിശ്വനാഥനെ ആരാധിക്കുന്നു മർത്യന്മാരെന്നും കാലാനുരൂപമായി. കാലാനുരൂപൻ, ഓരോ കാലത്തിനും അനുരൂപനായിട്ടുള്ളവൻ എന്നർത്ഥം. സങ്കീർത്തനം കൊണ്ടു തന്നെ സർവാഭീഷ്ടവുമാർന്നിടാം. കലിയുഗത്തിൽ രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ അനന ആരോഹണം അവരോഹണമായിട്ട് ഇങ്ങനെ കൈയടിച്ചിങ്ങനെ പാടിയാൽ ശരീരം മൊത്തം ഒന്ന് ഇളകും, ഷുഗർ പോവും, വയർക്കും, മോക്ഷം കിട്ടും ചെയ്യും. അപ്പോൾ ഈ വണ്ണം അപ്പോൾ സങ്കീർത്തനം കൊണ്ടു തന്നെ സർവാഭീഷ്ടവുമാർന്നിടാം. അതോർത്ത് കലികാലത്തെ മാനിപ്പൂ മതിശാലികൾ. കലികാലത്തിൻ്റെ പ്രസക്തി എന്താ? യജ്ഞങ്ങളും യാഗങ്ങളൊന്നും ചെയ്യണ്ട, കാശുണ്ടാവില്ല. നേരായ കാശ് കൊണ്ട് ചെയ്താലേ ബലമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നാമം ചെല്ലാൻ 10 പൈസ ചിലവില്ല, പക്ഷെ നാമം ചെല്ലണം. സങ്കീർത്തനം ആലപിക്കുക. ഒരു വിളക്ക് വെച്ച് കുടുംബാംഗങ്ങൾ വിളക്കിൻ്റെ 4 ഓറ് ഇരുന്നിട്ട് ഒരു 10 പാട്ട്, അല്ലേ? എത്ര രസമുണ്ടാവും. അതോർത്ത് കലികാലത്തെ മാനിപ്പൂ മതിശാലികൾ ദോഷങ്ങൾ എത്രയും തിങ്ങി നിൽപ്പതാകിലും ഉത്തമം. എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും സാരമില്ല എന്നാ. ദോഷങ്ങൾ എത്രയും തിങ്ങി നിൽപ്പതാകിലും ഉത്തമം. ഭഗവൻ നാമമാഹാത്മ്യം അറിയുന്നു വിവേകികൾ. ഇതാർക്കാ അറിയാം? രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ. വിവേകികളെന്ന് പറയുണ്ടായി. ഭഗവൻ നാമമാഹാത്മ്യം അറിയുന്നു വിവേകികൾ. സഹസ്രനാമം അർത്ഥം അറിയാർക്കാ? വിവേകികൾക്ക്. അവരെ കണ്ണടച്ചിട്ട് ഇങ്ങനെ സഹസ്രനാമം ഇങ്ങനെ ജപിച്ചാൽ ഭഗവാൻ വളരെ ഇഷ്ടവും. ഭഗവൻ നാമമാഹാത്മ്യം അറിയുന്നു വിവേകികൾ. മർത്യന് കീർത്തനത്തെക്കാൾ മീതെ മറ്റെന്തു മന്നിതിൽ. ഒന്നും വിചാരിക്കണ്ട, കീർത്തനം ആലപിക്കുക. മർത്യന് കീർത്തനത്തെക്കാൾ മീതെ മറ്റെന്തു മന്നിതിൽ. മനസ്സിൻ കറ തീർത്തോരോ പുണ്യശീലം വളർത്തുവാൻ.
മനസ്സിൻ കറ, മനസ്സിലുള്ള വൈമുഖ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സങ്കീർത്തനം നല്ലതാണ്. മനസ്സിൻ കറ തീർത്ത് ഓരോ പുണ്യശീലം വളർത്തുവാൻ. അതാർക്കേ സാധിക്കുള്ളൂ? പുണ്യം ചെയ്തവർക്ക് സാധിക്കുള്ളൂ. ആത്മേശ്വരങ്കലേക്ക് അമ്പാർന്ന് അടുപ്പിക്കും അതെത്രയും. അപ്പോൾ ഈ സങ്കീർത്തനാദികൾ ആത്മേശ്വരങ്കലേക്ക് അമ്പാർന്ന് അടുപ്പിക്കുക എത്രയും. അതോടെ സംസാരഭയം നശിക്കും മിഥിലേശ്വര. നിമിച്ചക്രവർത്തിയോട് പറയാണ്. അതായത് ആത്മേശ്വരങ്കലേക്ക് അമ്പാർന്ന് അടുപ്പിക്കും അതെത്രയും. ഏത് സങ്കീർത്തനം? അതോടെ സംസാരഭയം നശിക്കും മിഥിലേശ്വര. ഭവസാഗരം നശിപ്പിച്ചു തരും. പഠിപ്പോ പണമോ വല്ല മതിപ്പോ മന്ത്രദീക്ഷയോ കാലമോ ദേശമോ പേരോ ജാതിവർഗാദി ഭേദമോ ഒന്നും ബാധകല്ല. പഠിപ്പോ പണമോ വല്ല മതിപ്പോ മന്ത്രദീക്ഷയോ കാലമോ ദേശമോ പേരോ കാലമോ ദേശമോ പേരോ ജാതിവർഗാദി ഭേദമോ നോക്കിയിട്ടല്ല ഭഗവൻ നാമം രക്ഷിപ്പോ ജീവനെ. ബ്രാഹ്മണക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമൊന്നുമില്ല. ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ എന്നുള്ള അതൊന്നുമില്ല. നോക്കിയിട്ടല്ല ഭഗവൻ നാമം രക്ഷിപ്പൂ ജീവനെ. ആ മട്ടിൽ മിന്നും നാമത്തെ വിടുന്നോനെത്ര നിന്ദ്യനാം. നാമം ചെല്ലാതിരിക്കുന്നവൻ നിന്ദ്യനാണെന്നാണ് പറഞ്ഞത്. ഭാഗവത മാഹാത്മ്യം ഇരിക്കുന്നവൻ നിന്ദ്യനാണ്. കൃതാദിയിൽ പിറന്നുള്ളോർ കലികാലം കൊതിക്കയാം. കൃതയുഗത്തിൽ ജനിച്ചവർ ഞാൻ കലിയുഗത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന പറഞ്ഞത്. കൃതാദിയിൽ പിറന്നുള്ളോർ കലികാലം കൊതിക്കയാം. നാരായണപരന്മാരായി തീരുമെന്നാൾ പലേവരും. കലികാലത്ത് നാരായണന്മാരായി തീരുന്നു പറഞ്ഞാ നരനാരായണന്മാരായിട്ട് തീരും. നാരായണപരന്മാരായി തീരും അന്നാൾ പലേവരും. വൃന്ദാവനം ജഗന്നാഥം നൈമിഷം മരുതാലയം ഹരിദ്വാരം ഹൃഷികേശം കാശിയും മുമ്പാമിടങ്ങളിൽ. വൃന്ദാവനം ജഗന്നാഥം നൈമിഷം മരുതാലയം ഹരിദ്വാരം ഹൃഷികേശം കാശി മുമ്പാമിടങ്ങളിൽ. കാണാം ഭക്തരെ എങ്ങെങ്ങും ദ്രാവിഡങ്ങളിലെത്രയും. അതായത് തമിഴ്നാട്ടിൽ കർണാടകത്തിലൊക്കെ ഉണ്ട്. താമ്രപർണി എവിടെ? കർണാടകയിൽ എവിടെ? മൂകാംബിക ദേവിയുടെ അടുത്ത്. താമ്രപർണി മഹാപുണ്യ കാവേരി കൃതമാലയം. കാവേരി കർണാടകത്തിൽ. പ്രതീജി മുമ്പാം നദികൾ അവിടങ്ങളിലല്ലയോ. അതെ പ്രതീജി മുമ്പാം നദികൾ അവിടങ്ങളിലല്ലയോ. ഒഴുകിയിടുവത് എങ്ങെങ്ങാണ്ടമരും ഭാഗ്യശാലികൾ. എവിടൊക്കെ ഈ നദികളുണ്ടോ അവിടെയുള്ള മനുഷ്യന്മാരൊക്കെ ഭാഗ്യശാലികളാണ്. ഭക്തോത്തസങ്ങളായി തന്നെ വിളങ്ങും മിക്ക പേരുകളും. ഭക്തോത്തംസങ്ങൾ, ഭക്തന്മാരിൽ ഉത്തമമായ ഹംസങ്ങളെപ്പോലെ തന്നെ വിളങ്ങും മിക്ക പേരുകളും. ഭൂഭൂരിപക്ഷം ആൾക്കാരും ഈ വണ്ണം ഭഗവത് ഭക്തി സമ്പാദിപ്പതിനാവുകിൽ. കലിയുഗത്തിലെ നാമസങ്കീർത്തനങ്ങളെ കൊണ്ട് ഭക്തി ആർജിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യമാണ്. ഏതും വിധി നിഷേധങ്ങൾ ആദരിക്കേണ്ടതില്ലവൻ. ഏതും വിധി നിഷേധങ്ങൾ ആദരിക്കേണ്ടതില്ലവൻ. ഒന്നും ചെയ്യേണ്ട പിന്നീട് കടപ്പാടില്ലൊരാളോടും. നാമസങ്കീർത്തനം ചെയ്യുന്നവന് ഒരാളോടും ഒരു കടപ്പാടുമില്ല എന്നാണ് പറഞ്ഞത് ശ്രീകൃഷ്ണൻ നേരിട്ടിട്ട്. ദേവർഷി പിതൃഭൂതങ്ങൾ കുടുംബം ഇവയോടവൻ. ദേവർഷിമാരെ പിതൃഭൂതങ്ങൾ കുടുംബം ഇവയോടവൻ. ബന്ധം ഭേദിച്ചു സർവസ്വം നാഥനേൽപ്പിച്ചു വാഴുകയാം. എല്ലാം പരമാത്മാവിൽ, പരംപുരുഷനിൽ, ശ്രീഹരിയുടെ പാതാരവിന്ദത്തിൽ ലയിച്ചങ്ങനെ ഇരുന്നാൽ മതി. 39 അവസാനത്തെ ശ്ലോകം. അഖിലേശ്വര പാദപങ്കങ്ങളിൽ ഉള്ളം മുഴുകുന്ന ഭക്തനിൽ. ശ്രദ്ധിക്കുക.
അഖിലേശ്വരപാദ പങ്കജങ്ങളിൽ ഉള്ളം മുഴുകുന്ന ഭക്തനിൽ അപരാധമണഞ്ഞു പോകിലും കൃപയാൽ തന്നെ പൊറുക്കും ഈശ്വരൻ. വല്ല അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അപരാധം അണഞ്ഞു പോകിലും കൃപയാൽ തന്നെ പൊറുക്കും ഈശ്വരൻ. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ഏകാദശ സർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെയാണ് അവിടെ അവസാനിപ്പിച്ചത്. നാളെ നമ്മൾക്ക് ദേവകി വസുദേവ കൃതാർത്ഥത നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമസ്കാരം. നാളെ കാണാം.